ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിൽ അപാകതയില്ലെന്ന് താമരശ്ശേരി രൂപത. സങ്കുചിത ചിന്താഗതിക്കാരാണ് സിനിമയെ എതിർക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇക്കൂട്ടർ വിവാദമുണ്ടാക്കുന്നതെന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞു. ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ആ വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഡൈവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണ് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി സിനിമ കാണാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കുഴിച്ചുവിടാനിട്ടുകൊണ്ട് അത് വിവാദമാക്കി മുമ്പോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ദ കേരള സ്റ്റോറിയുടെ പ്രദർശനം അതിരൂപതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവാദമാകുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണല്ലോ താമരശ്ശേരി രൂപത. എന്താണ് അവരുടെ വിശദീകരണം? വിവാദ ചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായാണ് താമരശ്ശേരി രൂപത എത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു വിധത്തിലുമുള്ള ഒരു അപാകതയും ഇല്ല എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ചിത്രമാണ്. 2023 പുറത്തിറങ്ങിയ ചിത്രമാണ്. ആ ചിത്രം ഇപ്പോൾ കാണുന്നതിനെ എതിർക്കുന്നത് ചില സങ്കുചിത താല്പര്യക്കാരാണ് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇടുക്കി രൂപതയും അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയും മറ്റൊരു വിശദീകരണം കൂടെ നൽകിയിരുന്നു. ഇതിൽ ഈ സിനിമ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമുള്ളതാണ്. ലവ് ജിഹാദ് അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘടിതമായിട്ടുള്ള റിക്രൂട്ടിംഗ് നടക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്. അത്തരം സാഹചര്യം ഉണ്ടാവുകയും അതിനെ സർക്കാർ തന്നെ തള്ളിപ്പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളെയാണ് ഈ സിനിമ വിമർശിക്കുന്നത്. അതിനെ ഒരു തരത്തിലും ഒരു മതവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. ഇത്തരം സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അത് കുട്ടികൾ അറിയേണ്ടതും ആ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ സിനിമയുടെ പ്രദർശനമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റു തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അതിനെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സങ്കുചിത താല്പര്യക്കാരുടേതാണ്. വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിക്കൊണ്ട് മുറവിളി കൂട്ടുന്നവർ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ് ഇപ്പോൾ ഇതിനെയൊക്കെ എതിർക്കുന്നത്. അത് വലിയൊരു അപച്യുതിയാണ്, കേരളത്തിന്റെ അപച്യുതിയായാണ് ആ വിഷയത്തെ കാണുന്നത് എന്ന കാര്യം കൂടി താമരശ്ശേരി രൂപത വിമർശിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടു കൂടെയാണ് താമരശ്ശേരി രൂപതയുടെ ഇടവകളിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും ആ ഷെയറിനനുസരിച്ച് വിവിധ ഇടങ്ങളിൽ ഈ സിനിമയുടെ പ്രദർശനം നടക്കുകയും ചെയ്തു. വിപുലമായ രീതിയിൽ ശനിയാഴ്ച ഈ സിനിമയുടെ പ്രദർശനം വെക്കും എന്ന കാര്യം കൂടി രൂപത വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോപി. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.